നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം അശ്വതി നക്ഷത്ര ജാതരുടെ പ്രാരംഭ ദശകാല വിവരണമാണ്. ഏതൊരു അശ്വതി നക്ഷത്ര ജാതനും ജനിക്കുന്നത് കേതൂർ ദശാകാലത്തിലാണ്. കേതൂർ ദശ എന്ന് പറയുന്നത് 7 വർഷക്കാലമാണ്. ഈ 7 വർഷം പൂർണ്ണമായിട്ടും അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് കേതൂർ ദശ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ജനന സമയത്തെ ആശ്രയിച്ചാണ് ആദ്യത്തെ ദശാകാലമായി കേതൂർ ദശ എത്ര വർഷം കിട്ടി എന്ന് കണക്ക് കൂട്ടിയെടുക്കുന്നു. അത് ചിലപ്പം 7 വർഷം കിട്ടാം. കേതൂർ ദശയുടെ പരമാവധി പരിധി എന്ന് പറയുന്നത് 7 വർഷമാണ്. 7 വർഷം കിട്ടാം, ചിലപ്പോൾ 7 മാസം കിട്ടാം, ചിലപ്പോൾ 3.5 വർഷം കിട്ടാം, ചിലപ്പോൾ 4 വർഷം കിട്ടാം. അങ്ങനെ മാറ്റങ്ങളോടുകൂടി ആയിരിക്കും ആദ്യത്തെ ജന്മദശാകാലം വരിക. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു അറിവിന് വേണ്ടി പറയുമ്പോൾ നമ്മൾ ഈ 7 വർഷമുള്ള കേതൂർ ദശാകാലത്തെ 3.5 വർഷത്തിലേക്ക് ഒതുക്കുക. കാരണം എത്ര കാലം കിട്ടുമെന്നുള്ളത് കണക്കൂട്ടി പറഞ്ഞിട്ട് കാര്യമായതുകൊണ്ട് ഓരോരുത്തരെ സംബന്ധിച്ചും നമ്മളിവിടെ പകുതിക്ക് കൂട്ടിയിട്ട്, അതായത് ജ്യോതിഷത്തിൽ അങ്ങനെയാണ് സാധാരണഗതിയിൽ പൊതുവെ ഒരു ബലം പറയുക. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതനെ സംബന്ധിച്ച് ആ വ്യക്തി ജനിക്കുന്നത് കേതൂർ ദശാകാലത്തിലാണ്. ആ കേതൂർ ദശാകാലത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 7 വർഷമാണെങ്കിലും നമ്മളിവിടെ 3.5 വർഷം എടുക്കും. അതായത് ജനന ദിവസം മുതൽ ജനന സമയം മുതൽ ഏകദേശം 3.5 വയസ്സ് വരെ കേതൂർ ദശാകാലമായിരിക്കും. ഇതാണ് ഇവരുടെ ദശാകാലം എന്ന് പറയുന്നത്. ഈ കേതൂർ ദശാകാലം എന്ന് പറയുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഒരു ഭയമുണ്ട്. നമ്മൾ ജ്യോതിഷത്തിൽ പലരെയും പറഞ്ഞു പേടിപ്പിക്കുന്നത് രാഹുർ കേതൂർ ഗുളികൻ, പിന്നെ ചൊവ്വയെക്കുറിച്ചുള്ള കാര്യം പറയണ്ട. ചൊവ്വയാണെങ്കിൽ എന്താ പറയുക, മൊത്തം കല്യാണം മുടക്കിയെന്ന രീതിയിലാണ് വിശേഷം. അതൊക്കെ ശരിയല്ല. അപ്പോൾ കേതൂർ അശ്വതി നക്ഷത്രയാതിനെ ജനന ദിവസം മുതൽ ജനന സമയം മുതൽ 3.5 വർഷക്കാലം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജാതകമനുസരിച്ച് കേതൂർ ശുഭനോ അശുഭനോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ജാതകപ്രകാരം കേതൂർ യോഗകാരകനൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു സൗഭാഗ്യകാലം വേറെ ഉണ്ടാകത്തില്ല. ജാതകപ്രകാരം കേതൂർ നീചനാണെങ്കിൽ ചൊറി ചിരങ്ങ് അടക്കമുള്ള രോഗങ്ങൾ ഒഴിഞ്ഞിട്ടൊരു സമയം ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണ് നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റും. എങ്കിൽ പോലും ഏകദേശം അശ്വതി നക്ഷത്രയാതിനെ സംബന്ധിച്ച് 7 വയസ്സ് വരെ എന്ന് പറയാം. അത് നമ്മൾ അങ്ങനെ കടത്തി പറയുന്നില്ല. ഒരു 3.5 വയസ്സ് വരെ, ജനന സമയം മുതൽ 3.5 വയസ്സ് വരെയുള്ള കേതൂർ ദശാകാലത്തിൽ ഗുണവാനായിട്ടുള്ള കേതൂറാണെങ്കിൽ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ശ്രേയസ്കരമായ അനുഭവം ഉണ്ടാകും. മാതാപിതാക്കൾക്ക് വിജ്ഞാനം വർദ്ധിക്കും. കേതൂർ ജ്ഞാനകാരകനാണ്. അപ്പോൾ അറിവ് വർദ്ധിക്കുന്ന തരത്തിലേക്ക് പോകും. അവരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടോ അറിവുമായിട്ട് ബന്ധപ്പെട്ടോ കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടും. വിദേശത്ത് പോയി പഠിക്കുവാൻ, വിദേശത്ത് പോയി വിദ്യ നേടുവാൻ പറ്റുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ ഗുണപ്പെടും. ഭൂമി ലാഭം, ഗൃഹനിർമ്മാണ യോഗം, വിശേഷപ്പെട്ട വാഹന ലാഭം, സ്വർണ്ണരത്നാദികളുടെ ലാഭം, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്നും മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യം, കുടുംബപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഏതെങ്കിലും ശത്രുക്കളുമായിട്ടുള്ളൊരു യുദ്ധം, ഇവയൊക്കെ കേതൂർ ദശയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമുക്കൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിന് 3.5 വയസ്സ് വരെ കേതൂർ ദശയാണ്. അതുകൊണ്ട് ഈ 3.5 വയസ്സ് വരെ കുഞ്ഞിനെ ഇതെങ്ങനെ ബാധിക്കേണ്ടത് വെച്ചാൽ 3.5 വയസ്സ് വരെ കുഞ്ഞിനെ അല്ല ബാധിക്കുക, കുഞ്ഞിൻ്റെ മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശുഭനായിട്ടുള്ള കേതൂറാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം ഉണ്ടാകും. അസംസ്കൃത വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ധനാഗമം ഉണ്ടാകും. അതായത് എടുത്ത് പറഞ്ഞാൽ ഇരുമ്പ്, തുരുമ്പ് പോലെയുള്ള അല്ലെങ്കിൽ വിഷം, കീടനാശിനി ഇങ്ങനെയൊക്കെയുള്ള മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനം, പാറമടകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനം, ഭൂമി കുഴിക്കുന്ന ഖനനവുമായി ബന്ധപ്പെട്ട ധനം ഇത്യാദി വിവിധ മേഖലകളിൽ നിന്നുള്ള ധനാഗമം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങളാണ് നൽകുക. അതോടൊപ്പം തന്നെ ശാരീരിക സംബന്ധമായിട്ട് ജനിച്ച ശിശുവിന് ചർമ്മരോഗങ്ങളോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചുമ, ജലദോഷം, വലിവ്, ഫിക്സ്, കോട്ടലി തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇനി കുറച്ചുകൂടെ നീചനാണ് കേതൂറെങ്കിൽ കല്ലേറുണ്ടാവുക,
പോലീസ് ബന്ധനമുണ്ടാവുക, ശത്രുക്കൾ രാത്രിയിൽ പതിയിരുന്ന് ആക്രമിക്കുക, ഇത്തരം മേഖലകളിലൂടെ കടന്നു. അപ്പോൾ എന്നാൽ പോലും കേതു പൊതുവെ ജ്ഞാനകാരകനാകുന്നതുകൊണ്ട്, അറിവിൻ്റെ നാഥനാകുന്നതുകൊണ്ടും ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു ദീർഘദൃഷ്ടി. കേതുദശാകാലത്തിൽ ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഇരുന്ന് പറഞ്ഞാൽ അത് വച്ചിട്ടായിരിക്കും, അത് കറക്റ്റായിരിക്കും, പച്ചിലേയും കത്രയും പോലും. അപ്പം അത്തരത്തിൽ കേതുർ ദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ദോഷകരമല്ല. ജാതകത്തിൽ ജനിച്ച കുട്ടിയുടെ ജാതകത്തിൽ കേതുർ ഏത് രാശിയിൽ എങ്ങനെ നിൽക്കുന്നു, ശുഭനോ അശുഭനോ, ഇനി അതല്ല വളരെ നല്ല യോഗങ്ങൾ നൽകുന്ന യോഗകാരകനാണെങ്കിൽ കേതുർ ദശാകാലത്തിൽ ജനിച്ച ഒരു കുട്ടിയുടെ പിതാവിനോ മാതാവിനോ ഉന്നത സ്ഥാനമാനാദി ലാഭം, വിശേഷപ്പെട്ട വാഹനങ്ങളുടെ ലാഭം, അധികാര ചിഹ്നങ്ങൾ വെച്ച വാഹനങ്ങളിലുള്ള യാത്ര, അധികാരപ്രാപ്തി, ഭൃത്യലാഭം, നവീന ഗൃഹലാഭം, വിദേശ യാത്ര കൊണ്ടുകൊണ്ട് സന്തോഷം, ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കിട്ടും. ഇനി നീചനാകുന്നുവെങ്കിൽ, ജാതകപ്രകാരം കേതുർ നീചനാകുന്നുവെങ്കിൽ ബുദ്ധിമാന്ദ്യം എന്ന് പറയും. ബുദ്ധിമാന്ദ്യം എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി എന്നല്ല അർത്ഥം, മന്ദബുദ്ധി എന്നല്ല അർത്ഥം. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വിശേഷ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ വെടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുക. അത് ബുദ്ധിപരമായി നോക്കുമ്പോൾ അത് ഒട്ടും ശരിയായിരിക്കില്ല. തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടുള്ള പ്രതിസന്ധികൾ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഒരു അലസത, തളർച്ച, ഒരു ഒന്നിനും വേണ്ടി പ്രയത്നിച്ചിട്ട് കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല എന്ന് തോന്നുന്നൊരവസ്ഥ, ഇവയൊക്കെയാണ് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ജാതകരായിട്ടുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതുങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒന്നൊഴിയാതുള്ളൊരു ബാലാരിഷ്ടതകളിലൂടെയും കടന്നു പോകും. ഇനി 7 വർഷമൊക്കെ തീർത്തും കേതുർ ദശാകാലം കിട്ടുകയാണെങ്കിൽ, ജനനസമയം വെച്ചുകൊണ്ട് പിന്നെ കണക്കൂട്ടിയെടുക്കുമ്പോൾ 7 വർഷം ദശാകാലം കിട്ടുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ. ജോലിയില്ലാത്ത പിതാവിന് ജോലി കിട്ടുക, ജോലിയില്ലാത്ത മാതാവിന് ജോലി കിട്ടുക, വളരെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകുക, കുടുംബത്തിൽ ഗുരുകാരണവന്മാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നാൽ പോലും മാറി താമസിക്കാൻ പറ്റുക, ലഭിക്കേണ്ടുന്ന അവകാശ ഓഹരികൾക്ക് ലഭിക്കുക, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് അധ്വാനിക്കാതെ കുറച്ച് ധനം കൈവശം വന്നുകയറുക, ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുടെ പട്ടികയിലേക്കും കേതുർ പോകും. അപ്പോൾ കേതുർ ദശാകാലം എന്ന് പറയുന്നത് പൊതുവെ ഗുണകരമാണ്. എന്നാൽ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ ബലങ്ങൾ നമുക്ക് പ്രവചിക്കാൻ സാധിക്കുക. എങ്കിൽ പോലും ഒരു അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ജനിച്ച സമയം മുതൽ ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 3.5 വർഷമെങ്കിലും കേതുർ ദശാകാലം ഉണ്ടായിരിക്കാനാണ് സാധ്യത. എന്നാൽ ചില ജാതകങ്ങൾ ഗണിച്ച് വരുമ്പോൾ ചിലപ്പോൾ 3 ദിവസമേ കാണത്തുള്ളൂ കേതുർ ദശ, അല്ലെങ്കിൽ 30 ദിവസമേ കാണത്തുള്ളൂ കേതുർ ദശ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് ഗണിച്ചെടുക്കണം. എങ്കിലും ആദ്യത്തെ ദശാകാലം കേതുറാണ് എന്നുള്ളത് കൊണ്ടാണ് കേതുറിനെ കുറിച്ചുള്ള അറിവിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. കേതുർ ദശാകാലത്ത് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ രോഗങ്ങൾക്ക് പരിഹാരമായിട്ട് ആയുർവേദത്തിലും ജ്യോതിഷത്തിലും പറയുന്നത് അമുക്കുരം, ദർഭ, മുത്തങ്ങ, ആടിൻ്റെ പാൽ. അമുക്കരം, ദർഭ, മുത്തങ്ങ, ആടിൻ്റെ പാൽ എന്നിവ കലർന്നിട്ടുള്ള ഔഷധ പ്രയോഗങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണകരമാണ്. ഔഷധ പ്രയോഗം നടത്തുന്നത് അത് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണമല്ല. അതുപോലെ തന്നെ അമുക്കരം, ദർഭ, മുത്തങ്ങ, ആടിൻ്റെ പാലിട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ചൊവ്വാഴ്ച ദിവസം ദേഹം കഴുകുന്നത്, തല കുളിക്കരുത്, ദേഹം കഴുകുന്നതും കേതുർ ദോഷ പരിഹാരമാണ്. കേതുർ പ്രീതിക്കായിട്ട് ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ദേവത ചാമുണ്ടേശ്വരി അഥവാ ചണ്ഡികയാണ്. ചണ്ഡിക എന്ന് പറഞ്ഞാൽ ദുർഗാദേവി. ചൊവ്വാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ചൊവ്വാഴ്ച ദിവസം ദുർഗാദേവിക്ക് കുങ്കുമാർച്ചന, ഗുരുതി പുഷ്പാഞ്ജലി, കടും പായസം എന്നിവ നിവേദിക്കുന്നതും നല്ലതാണ്. ദേവി ഭാഗവതം, ദേവി മഹാത്മ്യം എന്നിവ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ചുവപ്പും കറുപ്പും ഇടകലർന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. ഇതാണ് കേതുർ ദോഷവുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്ന പരിഹാരമാണ്. അപ്പോൾ എന്തായാലും അശ്വതി നക്ഷത്രക്കാരുടെ ഏകദേശം 3.5-7 വയസ്സ് വരെയുള്ള കാലഘട്ടം കേതുദശയായിരിക്കും. ആ കേതുദശയിലെ ഫലങ്ങളാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള പ്രായത്തിൽ 7 വയസ്സ് മുതൽ 20 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിൽ ഏകദേശം ഒരു 100 വയസ്സ് വരെയുള്ള ഒരു മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ 120 വയസ്സാണ്. അപ്പോൾ 120 വയസ്സ് വരെ ഉള്ള ഒരു അശ്വതി നക്ഷത്രജാതൻ്റെ ദശാ വിവരങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഇതിൻ്റെ പുറകെ
ഇടുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ 9288115644 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക. വിളിച്ചാൽ ഞങ്ങൾക്ക് എല്ലാ സമയത്തും കോൾ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മെസ്സേജായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇടുകയാണെങ്കിൽ സമയം പോലെ നോക്കി ഞങ്ങളത് മറുപടി നൽകുന്നതാണ്. ഇതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാം.